നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യത. മുൻകരുതലിന്റെ ഭാഗമായി ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ 3 ദിവസം തുടർച്ചയായി ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 7 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചതായി അതാത് ജില്ലാ കളക്ടർമാർ അറിയിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കില്ലെന്ന് കളക്ടർ അറിയിച്ചു. മഹാരാഷ്ട്ര തീരം മുതൽ വടക്കൻ കേരള തീരം വരെ നീണ്ടുനിൽക്കുന്ന ന്യൂനമർദ്ദ പാത്തിയാണ് മഴയ്ക്ക് കാരണം. ജൂലൈ 2 വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ജൂലൈ 2 വരെ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. 3-ാം തീയതി വരെ കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് പോകരുതെന്നും കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ജയിൽ ഉദ്യോഗസ്ഥരെ കബളിപ്പിച്ച് ഫോൺ വിളിച്ച സംഭവത്തിൽ കൊടിസുനിയെ തവന്നൂർ സെൻട്രൽ ജയിലിലെ പണിഷ്മെന്റ് സെല്ലിലേക്ക് മാറ്റി. സഹതടവുകാരന്റെ ഫോൺ കാർഡ് ഉപയോഗിച്ച് ഫോൺ വിളിച്ചതായി കണ്ടെത്തിയതോടെയാണ് നടപടി. ഒറ്റയാൾ മുറിയിൽ താമസിപ്പിച്ചിരിക്കുന്ന കൊടിസുനിക്ക് സെല്ലിന് പുറത്തിറങ്ങാനാകില്ല. ജയിലിലെ മറ്റു സൗകര്യങ്ങളും ലഭിക്കില്ല. വീട്ടിൽ കയറി തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ സംഘത്തെ ഓടിച്ചുവിട്ട് വീട്ടുകാർ. കോഴിക്കോട് നരിക്കുനി സ്വദേശി റഹീസിന്റെ വീട്ടിലാണ് അക്രമി സംഘം എത്തിയത്. സ്കൂട്ടറിലെത്തിയ 3 അംഗ സംഘമാണ് തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തിയത്. വീട്ടുകാർ ബഹളം വയ്ക്കാനും ദേഷ്യപ്പെടാനും തുടങ്ങിയതോടെ സംഘം ഇറങ്ങി ഓടുകയായിരുന്നു. വീട്ടുകാരുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. റഹീസിന്റെ അനുജന്റെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് സംഭവത്തിന് പിന്നിലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് അക്രമി സംഘത്തെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ്. അദാനി വിഴിഞ്ഞം പോർട്ട് ലിമിറ്റഡിൽ ലോകത്തിലെ വലിയ ഷിപ്പിംഗ് കമ്പനികളിലൊന്നായ സ്വിറ്റ്സർലൻഡിലെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി 13,000 കോടി രൂപ, അതായത് $139.7 കോടി നിക്ഷേപിക്കും. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപമാണിത്. അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 49% ഓഹരിയാണ് MSCയുടെ ടെർമിനൽ വിഭാഗമായ TIL വാങ്ങുന്നത്. ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ അനുമതി നൽകി റെഗുലേറ്ററി കമ്മീഷൻ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഉത്തരവിലെ പരാമർശങ്ങൾ KSEBയുടെ വീഴ്ച തുറന്നുകാട്ടി. വൈദ്യുതി പ്രതിസന്ധി മുന്നിൽ കണ്ട് കൃത്യമായ ആസൂത്രണത്തോടെ മുന്നോട്ടു പോകാത്തതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയത്. കാപ്പ കേസിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന BJP കൗൺസിലർ R. സുഗതനെ ഇന്ന് നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കും. സുഗതനെ ഇന്നലെ വിയ്യൂർ ജയിലിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിച്ചിരുന്നു. സുഗതൻ പ്രതിയായ വധശ്രമ കേസിൽ നെടുമങ്ങാട് കോടതി പ്രൊഡക്ഷൻ വാറന്റ് പുറപ്പെടുവിച്ചതിനെ തുടർന്നാണ് സുഗതനെ തലസ്ഥാനത്ത് എത്തിച്ചത്. ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്ന സുഗതനെ 2 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. 2011 ശേഷമുള്ള രാജ്യത്തെ ജനസംഖ്യാ കണക്കെടുപ്പിന് സെൻസസ് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. ജൂലൈ 30 വരെയാണ് ആദ്യഘട്ടം. 2ാം ഘട്ടം അടുത്ത വർഷം ഫെബ്രുവരിയിൽ. വീടുകളുടെ പട്ടിക തയ്യാറാക്കിയുള്ള പാർപ്പിട സെൻസസ് ആണ് ആദ്യം നടത്തുക. ഇന്നു മുതൽ വീടുകളിലെത്തി എന്യൂമറേറ്റർമാർ 34 ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരങ്ങൾ സ്മാർട്ട് ഫോണിലെ ആപ്പ് വഴി ശേഖരിക്കും. ചോദ്യങ്ങളിൽ വീടിന്റെ സ്ഥിതി, മേൽക്കൂര, കുടിവെള്ള സൗകര്യം, കക്കൂസ് ലഭ്യത, വീട്ടുപകരണങ്ങൾ, വാഹനങ്ങൾ, മൊബൈൽ ഫോൺ നമ്പർ തുടങ്ങിയവ ഉൾപ്പെടും. ഫെബ്രുവരിയിൽ നടക്കുന്ന 2ാം ഘട്ടത്തിൽ ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കും. കഴിഞ്ഞ ദിവസം PSC റദ്ദാക്കിയ ആസൂത്രണ ബോർഡിലെ ചീഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡിവിഷൻ റാങ്ക് പട്ടികയിൽ ഒത്തുകളി സംശയിച്ച് ഉദ്യോഗാർത്ഥികൾ. നിയമന തട്ടിപ്പാണ് നടന്നതെന്ന ആക്ഷേപവും അവർ ഉയർത്തുന്നു. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ 5ാം റാങ്കുകാരനായ ജയലാൽ ഉത്തരസൂചികയ്ക്കായി അപേക്ഷ സമർപ്പിച്ചെങ്കിലും 1 വർഷം പിന്നിട്ട് 2026 ജൂൺ 18 ഉത്തരസൂചിക PSC ലഭ്യമാക്കിയത്. ഇതേ റാങ്ക് പട്ടികയിലെ 3ാം റാങ്കുകാരനായ ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സ് വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ തിരുവനന്തപുരം സ്വദേശി K. ശ്യാംകൃഷ്ണൻ വിവരാവകാശ നിയമപ്രകാരം ഉത്തരക്കടലാസിന്റെ പകർപ്പിനായി PSCയെ സമീപിച്ചെങ്കിലും സമയപരിധി അവസാനിച്ചിട്ടും മറുപടി നൽകിയില്ല. ഇതോടെയാണ് സംശയം ബലപ്പെട്ടത്. 40 മാർക്കിന്റെ അഭിമുഖത്തിൽ അട്ടിമറി നടന്നിട്ടുണ്ടാകാനുള്ള സാധ്യത പലരും സംശയിക്കുന്നു. 200 മാർക്കിലായിരുന്നു എഴുത്തു പരീക്ഷ. ഇതിൽ 58 മാർക്കിന്റെ 10 ചോദ്യങ്ങളാണ് മൂല്യനിർണ്ണയം നടത്തിയില്ലെന്ന് കണ്ടെത്തിയത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി N. ശേഷാദ്രിനാഥിനെ നിയമിച്ചതിൽ മുഖ്യമന്ത്രി VD സതീശനെതിരെ കോൺഗ്രസിൽ പടയൊരുക്കം. KPCCയോട് പോലും ആലോചിക്കാതെ മുഖ്യമന്ത്രിയുടെ മാത്രം താൽപര്യപ്രകാരമാണ് ഇദ്ദേഹത്തെ നിയമിച്ചതെന്നാണ് ആരോപണം. അജണ്ടയിൽ ഉൾപ്പെടുത്താതെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമനകാര്യം മന്ത്രിസഭാ യോഗത്തിൽ വന്നതിനു പിന്നിൽ എന്ത് താൽപര്യമാണെന്നതാണ് KPCC ജനറൽ സെക്രട്ടറി
PM നിയാസ് ഉന്നയിക്കുന്ന ചോദ്യം. യുവതിയെ ഭർതൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വിഴിഞ്ഞം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിനു സമീപം പൊടിയണിവിള വീട്ടിൽ അഭിലാഷിന്റെ ഭാര്യ വിഘ്നേശ്വരിയാണ് മരിച്ചത്. 27 വയസ്സായിരുന്നു. ഭർത്താവിനെ പോലീസ് ചോദ്യം ചെയ്യുന്നു. നാഗർകോവിൽ സ്വദേശികളായ നാഗരാജൻ കലാ ദമ്പതികളുടെ മകളാണ് വിഘ്നേശ്വരി. ഇന്നലെ വൈകിട്ട് വീട്ടിലെ കിടപ്പുമുറിയിൽ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. സംഭവ സമയം വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. 2 ദിവസം മുൻപായിരുന്നു ഇരുവരുടെയും 2ാം വിവാഹ വാർഷികമെന്നും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നുവെന്നും ഭർതൃപിതാവ് ചന്ദ്രൻ പറഞ്ഞു. വിഘ്നേശ്വരി ഭർതൃവീട്ടിൽ അധിക്ഷേപം നേരിട്ടിരുന്നുവെന്നും ആത്മഹത്യക്ക് കാരണം അറിയില്ലെന്നും യുവതിയുടെ സഹോദരൻ പറഞ്ഞു. വിഘ്നേശ്വരിയുടെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തെരുവുനായ കടിച്ചു കീറിയ 690 രൂപയുടെ ചെരുപ്പിന് കിട്ടിയത് 5000 രൂപ. പിന്നെ പുതിയ ചെരുപ്പും. സാമൂഹ്യ പരിസ്ഥിതി പ്രവർത്തകൻ ബോബൻ മാട്ടുമന്തയ്ക്കാണ് നഷ്ടപരിഹാരവും പുതിയ ചെരുപ്പും കിട്ടിയത്. ഉപഭോക്തൃ കോടതിയുടെ നിർദ്ദേശത്തിലുള്ള മധ്യസ്ഥ ചർച്ചയിലാണ് കോഴിക്കോട്ടെ കമ്പനി നഷ്ടപരിഹാരം നൽകിയത്. 2025 ഒക്ടോബർ 20-നാണ് ബോബനും ഭാര്യ റിംനയും പാലക്കാട്ടെ BOC റോഡിലുള്ള കടയിൽ നിന്ന് ചെരുപ്പ് വാങ്ങിയത്. അന്ന് വൈകിട്ട് ഭാര്യയ്ക്കൊപ്പം പുത്തൻ ചെരുപ്പിട്ട് ബോബൻ പാലക്കാട്ടെ പുത്തൂർ ക്ഷേത്രത്തിലെത്തി. തൊഴാൻ കയറും മുൻപ് ചെരുപ്പ് അഴിച്ചു വെച്ചിരുന്നു. തിരിച്ചെത്തിയപ്പോൾ വാറ് തെരുവുനായ കടിച്ചു മുറിച്ചു. ചെരുപ്പ് തുന്നുന്നവരെ ബോബൻ സമീപിച്ചപ്പോൾ മെറ്റീരിയൽ ലഭ്യമല്ല എന്ന് പറഞ്ഞു. തുടർന്ന് കമ്പനിക്ക് വാട്സാപ്പിൽ പരാതി നൽകി. നന്നാക്കി തരണമെന്നും ചെലവ് വഹിക്കാമെന്നും ബോബൻ അറിയിച്ചു. മെറ്റീരിയൽ നൽകിയാൽ താൻ ശരിയാക്കാമെന്നും പറഞ്ഞു. പക്ഷേ കമ്പനി വഴങ്ങിയില്ല. ഇതോടെയാണ് അഭിഭാഷകൻ രതീഷ് ഗോപാലൻ മുഖേന ജില്ലാ ഉപഭോക്തൃ കോടതിയെ സമീപിച്ചത്. സ്കൂൾ കുട്ടികളുമായി മടങ്ങുന്നതിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട സ്കൂൾ വാൻ ഡ്രൈവർ കുറ്റ്യാടി അടുക്കത്ത് ഐരാണിപ്പൊയിൽ അനിൽകുമാർ കുഴഞ്ഞു വീഴുന്നതിന് മുമ്പ് വാഹനം സുരക്ഷിതമായി റോഡരികിലേക്ക് ഒതുക്കി. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കി. വാഹനം റോഡരികിലേക്ക് സുരക്ഷിതമായി മാറ്റി നിർത്തി. തുടർന്ന് സമീപത്തുണ്ടായിരുന്ന നാട്ടുകാരുടെ സഹായത്തോടെ സ്വന്തം മൊബൈൽ ഫോണിൽ നിന്ന് സ്കൂൾ അധികൃതരെ വിവരം അറിയിച്ചു. വിവരം ലഭിച്ച ഉടൻ സ്കൂൾ അധികൃതർ ആംബുലൻസുമായി സ്ഥലത്തെത്തി ആശുപത്രിയിൽ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇതിനിടെ മറ്റൊരു ഡ്രൈവറെ സ്ഥലത്തെത്തിച്ച് വാഹനത്തിലുണ്ടായിരുന്ന കുട്ടികളെ സുരക്ഷിതമായി വീടുകളിലും എത്തിച്ചു. ഇന്ത്യൻ സ്വകാര്യ ബഹിരാകാശ മേഖലയിലെ നാഴികക്കല്ലായി ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്കൈ റൂട്ട് എയ്റോസ്പേസ് കമ്പനി വികസിപ്പിച്ച ആദ്യ ഓർബിറ്റൽ വിക്ഷേപണ വാഹനമായ വിക്രം 1 റോക്കറ്റിന്റെ ആദ്യഘട്ടം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ 1ാം നമ്പർ വിക്ഷേപണത്തറയിൽ വിജയകരമായി സ്ഥാപിച്ചു. ചന്ദ്രയാൻ, മംഗൾയാൻ ഉൾപ്പെടെ ഇന്ത്യയുടെ ചരിത്ര ദൗത്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ISROയുടെ വിക്ഷേപണത്തറയിൽ പൂർണ്ണമായും സ്വകാര്യ മേഖല രൂപകൽപ്പന ചെയ്തു നിർമ്മിച്ച ഒരു ഓർബിറ്റൽ റോക്കറ്റ് വിക്ഷേപണത്തിനായി സജ്ജമാകുന്നത് ഇതാദ്യമായാണ്. ഇന്ത്യൻ സ്വകാര്യ ബഹിരാകാശ മേഖലയ്ക്ക് പുതിയ അധ്യായം തുറക്കുന്ന നേട്ടമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്ക്യാനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ഉച്ചകോടിക്ക് മോദി ക്ഷണിച്ചു എന്ന് ഇറാൻ വ്യക്തമാക്കി. സമാധാനത്തിനായി മോദി വ്യക്തിപരമായി നടത്തിയ ശ്രമത്തിന് നന്ദി അറിയിച്ചതായും ഇറാൻ വ്യക്തമാക്കി. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇക്കൊല്ലം ഇന്ത്യയിലേക്ക് ഇല്ലെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ സൂചിപ്പിച്ചിരുന്നു. അടുത്ത വർഷം ട്രംപ് ഇന്ത്യ സന്ദർശിച്ചേക്കുമെന്നും റൂബിയോ വ്യക്തമാക്കി. രാജസ്ഥാനിലെ ദൌസ ജില്ലയിലെ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിൽ ബുധനാഴ്ച പുലർച്ചെയുണ്ടായ വാഹനാപകടത്തിൽ 8 പേർ മരിച്ചു. സംഭവത്തിൽ മറ്റ് 22 യാത്രക്കാർക്ക് പരിക്കേറ്റു. ഹരിദ്വാറിൽ നിന്ന് ഇൻഡോറിലേക്ക് 37 യാത്രക്കാരുമായി പോവുകയായിരുന്ന ബസ് പുലർച്ചെ 2:30ഓടെയാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ 8 പേർ മരിച്ചതായും പരിക്കേറ്റവരെ ചികിത്സയ്ക്കായി സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു. രക്ഷാപ്രവർത്തനങ്ങൾ തുടരുന്നതിനിടെ 6 മൃതദേഹങ്ങൾ ആദ്യം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ഹരിയാനയിലെ അംബാല ജില്ലയിൽ 200 അടി താഴ്ചയുള്ള കുഴൽക്കിണറിൽ നിന്ന് ഇന്ത്യൻ സൈന്യം, ദേശീയ ദുരന്ത നിവാരണ സേന NDRF, സംസ്ഥാന ദുരന്ത നിവാരണ സേന SDRF, ജില്ലാ അധികാരികൾ എന്നിവരുടെ നേതൃത്വത്തിൽ 19 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ നിർഭയ് എന്ന 4 വയസ്സുകാരനെ രക്ഷപ്പെടുത്തിയിരുന്നു. എന്നാൽ ബുധനാഴ്ച പുലർച്ചെ കുട്ടിയെ രക്ഷപ്പെടുത്തി സിറ്റി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു എന്ന് ആശുപത്രി അധികൃതർ പ്രഖ്യാപിച്ചു. സിന്ധു നദീജല കരാറിൽ ഇൻഡസ് വാട്ടർ ട്രീറ്റിയിൽ നിന്ന് പിന്മാറിയ ഇന്ത്യയുടെ നടപടി പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലൊടിക്കുന്നു. പാകിസ്ഥാന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ GDP 23 മുതൽ 25% വഹിക്കുന്ന കാർഷിക മേഖലയ്ക്കാണ് ഇന്ത്യയുടെ കനത്ത നടപടി അടിയായത്. പാകിസ്ഥാന്റെ മൊത്തം തൊഴിലിന്റെ 90% പങ്കുവഹിക്കുന്നത് കാർഷിക മേഖലയാണെന്നത് തിരിച്ചടിയുടെ ആഴവും വ്യക്തമാക്കുന്നു. ഇന്ത്യയുടെ തീരുമാനത്തിന് പിന്നാലെ പാകിസ്ഥാനിലെ സിന്ധ്, ബലൂചിസ്ഥാൻ പ്രവിശ്യകൾ കടുത്ത ജലക്ഷാമത്തിലായി. ഇവിടങ്ങളിലെ കൃഷിയും തൊഴിലുകളും അവതാളത്തിലായെന്ന് പാകിസ്ഥാൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. സിന്ധു നദീജല കരാറിൽ നിന്നും പിന്മാറിയ ഇന്ത്യയുടെ നടപടി യുദ്ധപ്രഖ്യാപനത്തിന് തുല്യമാണെന്ന് രാജ്യാന്തര വേദികളിലടക്കം ഇപ്പോൾ പാകിസ്ഥാനി മന്ത്രിമാർ വാദിക്കുകയാണ്. പാകിസ്ഥാന്റെ കുടിവെള്ള പൈപ്പ് പൂട്ടാൻ അയൽരാജ്യത്തെ പ്രധാനമന്ത്രി ശ്രമിക്കുകയാണ്.
ഞങ്ങൾ സംരക്ഷിക്കും. ആരെങ്കിലും ഞങ്ങളുടെ വെള്ളത്തിൽ തൊട്ടാൽ ആ കൈ വെട്ടും എന്നാണ് പാകിസ്ഥാൻ കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് മന്ത്രി മുസാദിഖ് മാലിക് കഴിഞ്ഞ ദിവസം നടത്തിയ വെല്ലുവിളി. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിനടുത്ത് ഒരു സ്ഥിരം താവളം സ്ഥാപിക്കാനുള്ള പദ്ധതികളുമായി മുന്നോട്ടു പോകുന്നതിനിടെ നാസ ഏകദേശം $600 മില്യൺ പുതിയ ചാന്ദ്ര കരാറുകൾ നൽകി. ഭാവിയിലെ നിർമ്മാണ സ്ഥലങ്ങൾ തിരിച്ചറിയുന്നതിന് ആവശ്യമായ ചരക്കുകൾ, ശാസ്ത്രീയ ഉപകരണങ്ങൾ, സാങ്കേതിക വിദ്യ എന്നിവ ദൗത്യങ്ങൾ എത്തിക്കുമെന്നും ഏജൻസി പറയുന്നു. 3 വാണിജ്യ ബഹിരാകാശ കമ്പനികൾക്ക് ഏകദേശം $600 മില്യൺ പുതിയ കരാറുകൾ നൽകി. 2028 അവസാനത്തോടെ 4 ഓട്ടോമേറ്റഡ് ലോജിസ്റ്റിക് ദൗത്യങ്ങൾ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലേക്ക് പോകുമെന്നും ഇത് ഉറപ്പാക്കും. 2029ഓടെ യഥാർത്ഥ ചന്ദ്ര അടിത്തറ നിർമ്മാണം ആരംഭിക്കാൻ ഏജൻസി ലക്ഷ്യമിടുന്നതിനാൽ നിർണായകമായ അടിസ്ഥാന സൗകര്യ വിടവും ഇത് നികത്തും. കുടിയേറ്റത്തിനെതിരായ അടിച്ചമർത്തലിൽ തന്റെ മുൻഗണനകളിലൊന്നായ അമേരിക്കൻ സമൂഹത്തിന്റെ ഘടനയിൽ വളരെ കാലമായി നെയ്തെടുത്ത അവകാശമായ ജന്മാവകാശ പൗരത്വം നിയന്ത്രിക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമം ചൊവ്വാഴ്ച US സുപ്രീം കോടതി തള്ളി. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.